ഒരു കഥ കേൾക്കൂ. കഥയുടെ പേര് അസ്തമയത്തിന് മുൻപ് ഒരു ദർശനം. പ്രേംജിലാലിനിപ്പോൾ 65 വയസ്സ്. കാഴ്ചയിൽ തോന്നിക്കില്ല. കല്യാണമൊന്നും കഴിക്കാതെ ഒറ്റത്തടിയായി ജീവിച്ചതാണ്. പിന്നെ എങ്ങനെ പ്രായം തോന്നിക്കും? മുടിയിലൊക്കെ നരവീണെങ്കിലും മുഖത്ത് യൗവനം തുടിച്ചു നിൽക്കുന്നു. പെൻഷൻ ആയതിനു ശേഷം ശരിക്കും ഒറ്റപ്പെട്ടു പോയി പാവം പ്രേംജിലാൽ. ജോലിയിൽ ആയിരിക്കുമ്പോൾ കൂട്ടിന് സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. സർക്കാർ സ്കൂളിലെ അധ്യാപകനായിരുന്നു പ്രേംജി. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാറ്റിൽ പറന്നു പോകുന്ന കരിയില പോലെ പറന്ന് പറന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരു മടുപ്പും തോന്നിയില്ല. ഇപ്പോൾ ഒറ്റപ്പെട്ടപ്പോൾ ജീവിതം മടുപ്പായി തോന്നിത്തുടങ്ങി. നല്ല പ്രായത്തിൽ ഒരു വീട് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആരും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കില്ല. പിന്നെയുള്ള ഒരു ധൈര്യം അയൽവാസിയായ ജോബിനാണ്. അന്യനല്ല, കൂട്ടത്തിലുള്ളതാണ്. അല്പം അകന്നുപോയ ബന്ധം. ജോബിനും ഭാര്യയും 2 കുട്ടികളും. സന്തുഷ്ട കുടുംബം, മാതൃകാ കുടുംബം. അവൻ്റെ ഭാര്യ ആഹാരം തരും. വേണ്ടതെല്ലാം ജോബിൻ വാങ്ങിക്കൊണ്ട് തരും. അവന് തടിവണ്ടി ഓടിപ്പാണ് ജോലി. ഞാൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. ജോലിയില്ലാത്തപ്പോൾ ഒരു ജോലിക്കായി. പ്രേംജിലാലിനെ മരണം വരെ അവൾ നോക്കിക്കൊള്ളാമെന്ന ജോബിൻ്റെ വാക്കിൻ്റെ ബലത്തിൽ ധൈര്യമായി ജീവിക്കുന്നു പ്രേംജി. ജോബിനും ഭാര്യയും ഇതുവരെയും കൃത്യമായി വാക്ക് പാലിക്കുന്നുണ്ട്. പ്രേംജിലാൽ വിവാഹം കഴിക്കാത്ത കാരണം എല്ലാവർക്കും അറിയാം. പ്രേമനൈരാശ്യം. പെൻഷൻ പണം കിട്ടുമ്പോൾ ഒരു കറക്കം പതിവാണ്. ജോബിൻ വാടക കാർ കൊണ്ടുവരും. അതിലാണ് യാത്ര. ഓരോ തവണ ഓരോ സ്ഥലം മാറി മാറിപ്പോകും. പ്രേംജിക്ക് പട്ടണങ്ങൾ ഇഷ്ടമല്ല. ശാന്തത നിറഞ്ഞ മലയോരങ്ങൾ, ഗ്രാമങ്ങൾ, വയലും പുഴയും കാടും മലയും മഞ്ഞും കുളിരും പൂക്കളും, അങ്ങനെ നീണ്ടുപോകും പ്രേംജിലാലിൻ്റെ ഇഷ്ടങ്ങൾ. സ്വപ്നങ്ങൾ, കൊച്ചു കൊച്ചു മോഹങ്ങൾ. ഒരു രാത്രി ഒരു സ്വപ്നമെങ്കിലും കാണാതിരുന്നാൽ നേരം പുലരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു നൊമ്പരമാണ്. ശാന്തമായി ഒഴുകുന്ന പുഴയുടെ തീരത്ത് പാർക്കിലെ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് പുഴയെ തഴുകി വരുന്ന കാറ്റിൻ്റെ തണുപ്പും സുഗന്ധവും ആസ്വദിച്ചിരുന്നു പ്രേംജി. കൗമാരത്തിലെ പ്രണയകഥയിലെ നായികയെ അപ്രതീക്ഷിതമായി ഇവിടെ വച്ച് കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഇന്നും മനസ്സിൽ ലാളിക്കുന്ന, ഹൃദയത്തിൽ നൊമ്പരപ്പൂക്കളുടെ മേൽ പ്രതിഷ്ഠിച്ച ദേവീ വിഗ്രഹമായി, കരളിൻ്റെ കഥനമായി, സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വയലറ്റ് നിറമുള്ള പൂവായി ഇതാ ഇവിടെ പ്രേംജിയുടെ മുന്നിൽ. വർഷങ്ങൾ കടന്നുപോയത് അവളുടെ ശരീരമോ സൗന്ദര്യമോ അറിഞ്ഞില്ല. കുറച്ചൊന്ന് തടിച്ചു, അല്പം കൂടി ഉയരം വച്ചിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന ചിരിയുമായി പ്രേംജിയെ തന്നെ നോക്കി നിൽക്കുന്നു. ചിരി മായാതെ തന്നെ അവർ പ്രേംജിയുടെ തൊട്ടരികിലായി വന്നിരുന്നു. സകലകാല ബോധവും നഷ്ടമായ നിമിഷങ്ങൾ. പ്രേംജിയുടെ അന്തരാത്മാവും മനസ്സും കൂടി ബോധത്തെ ഉണർത്താൻ ശ്രമിക്കുന്നത് അറിയുന്നു. സുബോധം ഉണരുന്നില്ല. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണ് ഒഴുകവേ പരിസരബോധം ഉണ്ടായപ്പോൾ പ്രേംജിയുടെ നഷ്ടബോധം ഉണർന്നു. തല കുമ്പിട്ടിരുന്നു. വീർപ്പുമുട്ടലിൻ്റെ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അതെ, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അവർ പ്രേംജിയുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. അതോ എന്നെ മറന്നോ? പ്രേംജിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു വീർപ്പുമുട്ടൽ. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. വീണ്ടും അവർ പ്രേംജിയുടെ കയ്യിൽ പിടിച്ച് ഒന്ന് കുലുക്കി. ഇനിയും പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് ഉൾവിളി ഉയർന്നു. പ്രേംജി വളരെ പാടുപെട്ട് പതിയെ സംസാരിച്ചു തുടങ്ങി. ഒരു അത്ഭുതം കണ്ട അന്താളിപ്പിലായിരുന്നു ഞാൻ. തെറ്റായി ധരിക്കണ്ട. എന്താ ചോദിച്ചത്? മറന്നോ എന്നല്ലേ? ഒരു ദിവസമെങ്കിലും ഓർക്കാതിരിക്കണമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും അതിന് കഴിഞ്ഞില്ല എനിക്ക് ഇതുവരെയും. പിന്നെങ്ങനെയാ മറക്കുന്നത്? അവളുടെ ചിരി മാഞ്ഞു. വിഷാദം നിറഞ്ഞ മുഖം കടുത്തു.
കണ്ണുകളിൽ നീർ നിറഞ്ഞു. പ്രേംജി സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവിടുന്ന് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞു, അല്ലാതെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഇപ്പോഴും ഈ മുഖം വാടുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഇരുവരും അല്പനേരം മൗനമായിരുന്നു. പിന്നെ സംസാരിച്ചു തുടങ്ങി. കൂട്ടുകാരുടെ, നാട്ടുകാരുടെ, പിന്നെ കുടുംബവിശേഷങ്ങൾ പങ്കുവച്ചു. പ്രേംജിലാൽ വിവാഹം കഴിക്കാതെ തന്നെയും ഓർത്ത് ജീവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെയും അവരുടെ മുഖം വിഷാദം പടർന്നു. അവർ മനഃപൂർവ്വം പെട്ടെന്ന് ആ മുഖഭാവം മാറ്റി ചിരി വരുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തന്നെയും മനസ്സിൽ കുടിയിരുത്തി ഈ ജന്മം ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ മുന്നിൽ ഇനിയും നിൽക്കാൻ മനോബലം തനിക്കില്ലെന്ന് അവർ മനഃപൂർവ്വം പെട്ടെന്ന് ആ മുഖഭാവം മാറ്റി ചിരി വരുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തന്നെയും മനസ്സിൽ കുടിയിരുത്തി ഈ ജന്മം ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ്റെ മുന്നിൽ ഇനിയും നിൽക്കാൻ മനോബലം തനിക്കില്ലെന്നോർത്ത് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ നിറകണ്ണുകളുമായി അവർ യാത്ര പറഞ്ഞു. മരിക്കും മുൻപ് ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ പ്രേംജിക്ക് വളരെയധികം സംതൃപ്തി ഉണ്ടായി. അതിൻ്റെ നിർവൃതിയിൽ ശേഷിക്കും കാലം ജീവിക്കാം. കാറിൻ്റെ പിൻസീറ്റിൽ ചാരിയിരിക്കുമ്പോൾ പ്രേംജിലാലിൻ്റെ മനസ്സിൽ കുളിരുള്ള പൊടിമഴ പെയ്തിറങ്ങുന്ന അനുഭൂതി ആസ്വദിച്ചിരുന്നു. മെല്ലെ മിഴികളടച്ച്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചു. മറ്റൊരു നാളെ ശക്തിയോടെ ഉദിച്ചു വരാൻ. ശുഭം.